നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. തിങ്കളാഴ്ച മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചാലക്കുടിയിൽ യോഗം ചേരും. 5 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം വരുന്നു. ക്ഷേത്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിൽ. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ. ഇന്ധനവില വർധനവിനെതിരായ പ്രതിഷേധം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് AIYF. വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഒളിവ് ജീവിതം നയിക്കുകയാണെന്ന് AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസാദ് പാരേരി. ഇത്തവണത്തെ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം മാള സൊക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ. തിങ്കളാഴ്ച മന്ത്രി OJ ജനീഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഹർത്താലും റോഡ് ഉപരോധവും നടത്തി. വൈശ്ശേരിയിലെ പല്ലാർക്കാട്ട് വീട്ടിൽ 63 വയസ്സുള്ള മോഹനാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 2:45 സംഭവം. സഹോദരൻ സന്തോഷിന്റെ വീട്ടുപറമ്പിൽ ആന കാർഷിക വിളകൾ നശിപ്പിക്കുന്നതറിഞ്ഞെത്തിയതാണ് മോഹനൻ. ഒപ്പം മറ്റൊരു സഹോദരൻ രതീഷും അയൽവാസി സ്റ്റെഫിയും ഉണ്ടായിരുന്നു. കനത്ത ഇരുട്ടായതിനാൽ ആന നിൽക്കുന്ന സ്ഥലം വ്യക്തമല്ലായിരുന്നു. സന്തോഷിന്റെ വീടിന് മുന്നിലുള്ള റോഡിൽ വെച്ച് കയ്യിൽ കരുതിയിരുന്ന പന്തം കത്തിച്ചു നോക്കിയപ്പോഴാണ് 20 മീറ്റർ അകലെ നിൽക്കുന്ന ആനയെ മോഹനൻ കണ്ടത്. 3 പേരും കൂടി തിരിഞ്ഞോടുന്നതിനിടെ മോഹനൻ താഴെ വീണു. ഓടിയെത്തിയ ആന ഇയാളെ തുമ്പിക്കൈക്ക് തട്ടിത്തെറിപ്പിച്ചു. വീണ്ടും അടുത്തെത്തി നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. ആനയുടെ ചിഹ്നം വിളി കേട്ട് ജനൽ തുറന്നു നോക്കുമ്പോൾ ജ്യേഷ്ഠനെ ചവിട്ടി നിൽക്കുന്ന ആനയാണ് കണ്ടതെന്ന് സന്തോഷിന്റെ ഭാര്യ ലത പറഞ്ഞു. ഭയങ്കര ഒരു അലർച്ച പോലെ കേട്ടപ്പോഴാണ് അനിയന്റെ കരച്ചിലും കേട്ടു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ജനലപ്പോടെ പുറത്തേക്ക് നോക്കിയത്. നമ്മൾ നല്ല ഉറക്കത്തിലായിരുന്നു. നോക്കിയപ്പോൾ ചേട്ട അവിടെ കിടക്കണത് കണ്ടേ. വാതിൽ തുറന്ന് ഓടി വന്നപ്പോൾ കിടക്കണ് എണീറ്റില്ല. അപ്പൊ തന്നെ അനിയനുണ്ടായിരുന്നു. ഈ അയൽവക്കത്ത് ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പൊ തന്നെ വണ്ടി വിളിച്ച് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ബോധം കെട്ടണം അങ്ങനെ ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ ആന തുമ്പിക്കൈക്ക് തട്ടിയിട്ടിട്ട് ഇങ്ങനെ തട്ടി കൊണ്ടുവന്നു പറഞ്ഞത്. ആന തിരിച്ചുപോയ ശേഷം രതീഷും അയൽവാസികളും ചേർന്ന് മോഹനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 2 ആഴ്ചയായി ആനകൾ പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞ് കാർഷിക വിളകൾ നശിപ്പിക്കുകയാണെന്ന് മരിച്ച മോഹനന്റെ സഹോദരി ഗിരിജ പറഞ്ഞു. ആന വന്നപ്പോ അടുത്ത വീട്ടിലെ കൊച്ചു വന്ന് വിളിച്ചിട്ട് പോയതാ. ചേട്ടനും അനിയനും ആ കൊച്ചും കൂടെ പോയി പന്തം കത്തിച്ച് കാണിച്ചു. അവൾക്ക് ഓടി ആന വന്ന് തട്ടിയിട്ടുള്ളൊന്ന് ചവിട്ടിക്കൊണ്ടു. ശല്യമുണ്ട്. 4 ദിവസമായി പറമ്പിലുള്ളതെല്ലാം നശിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് അരൂർമുഴിയിൽ റോഡ് ഉപരോധിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാർ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. പിന്നീട് വനമന്ത്രി ഷിബു ബേബി ജോണുമായി MLA ഫോണിൽ ആശയവിനിമയം നടത്തി. വനമന്ത്രി പരിഹാര നടപടികൾ ഉറപ്പു നൽകിയതിനെ തുടർന്ന് റോഡ് ഉപരോധം അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരാൻ തീരുമാനമായിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. വന്യജീവി ആക്രമണം തടയാൻ തന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നമാണ് ഇത്. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും, എന്നാൽ അതിന് അതിൻ്റെതായ സമയം എടുക്കുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഷിബു ബേബി ജോൺ. കൊല്ലപ്പെട്ട മോഹനന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. പാലപ്പള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളിയായ കുണ്ടായി സ്വദേശി കൊല്ലേരി അഷ്റഫിന്റെ മൂരിക്കുട്ടിയാണ് ചത്തത്. മൂരിക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കുണ്ടായി ചൊക്കന റോഡിൽ എസ്റ്റേറ്റ് ക്യാന്റീനിന് സമീപത്താണ് പുലി ഇറങ്ങിയത്. വനപാലകരെത്തി സ്ഥലത്ത് പരിശോധന നടത്തി. മൂരിക്കുട്ടിയെ പിടികൂടിയത് പുലിയാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 2 ആഴ്ച മുൻപ് പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായയെയും കൊന്നിരുന്നു. പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടുത്ത 5 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
ജൂൺ 4 വരെയുള്ള ഏത് ദിവസവും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കേരള തീരം തൊടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. കടൽക്ഷോഭത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ജൂൺ 9 മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനം. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തുക. കേരള തീരത്തെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനുമായാണ് മൺസൂൺ കാലത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മൺസൂൺ കാലയളവിൽ അനധികൃത മത്സ്യബന്ധന രീതികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഊത്തപിടുത്തം നടത്തുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും. പ്രാദേശികമായി നടത്തുന്ന അനധികൃത മത്സ്യബന്ധന രീതിയായ ഊത്തപിടുത്തം സർക്കാർ നിയമപരമായി നിരോധിച്ചിട്ടുള്ളതാണ്. പുതുമഴയിൽ വെള്ളം കുറഞ്ഞ വയലുകളിലേക്കും ചെറു തോടുകളിലേക്കും അരുവികളിലേക്കുമെല്ലാം പുഴയിൽ നിന്നും മറ്റ് ജലാശയങ്ങളിൽ നിന്നും മത്സ്യങ്ങൾ കൂട്ടത്തോടെ കയറി വരുന്നത് മൺസൂൺ തുടക്കത്തിലെ പതിവ് കാഴ്ചയാണ്. മീനുകൾ സഞ്ചരിക്കുമ്പോൾ അവയുടെ വഴികളെല്ലാം ചിറ കെട്ടിയടച്ച് അവിടെ പത്താഴമെന്നും കൂടെന്നും വിളിക്കുന്ന കെണിയൊരുക്കി സകല മീനിനെയും പിടിക്കുന്നതാണ് ഊത്തപിടുത്തം. ഊത്തകയറ്റത്തിന്റെ സമയത്ത് മത്സ്യങ്ങളെ പിടിക്കാൻ എളുപ്പമാണ്. വയർ നിറയെ മുട്ടകളുമായി വെള്ളം കുറഞ്ഞ വയലുകളിലേക്കും മറ്റ് ചെറു ജലാശയങ്ങളിലേക്കും പ്രജനനത്തിനായി മത്സ്യങ്ങൾ വരുമ്പോഴാകും വലയിൽ കുടുങ്ങുക. ഇതുവഴി പല നാടൻ മത്സ്യങ്ങളും വംശനാശ ഭീഷണിയിലാണ്. രാത്രി വെട്ടുകത്തിയും ടോർച്ചുമായി ഇറങ്ങി ഊത്ത പിടിക്കുന്നവരെയാണ് കൂടുതലായി കാണുന്നത്. ഊത്തപിടുത്തം നിയമവിരുദ്ധമാണെന്നും 6 മാസം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണെന്നും അധികൃതർ അറിയിച്ചു. TCV തൃശൂർ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം വരുന്നു. ഭക്തർക്ക് സുഖദർശനം സാധ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിച്ചാണ് വെർച്വൽ ക്യൂ നടപ്പിലാക്കുന്നത് എന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വം ആവിഷ്കരിച്ച ഫേസ് ആപ്പ് സംവിധാനം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായാണ് വെർച്വൽ ക്യൂ ഒരുക്കുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും. അത്യാധുനിക ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കുന്നതോടെ ഭക്തരുടെ ബുദ്ധിമുട്ട് അവസാനിക്കും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും ചെയർമാൻ അറിയിച്ചു. ക്ഷേത്ര വികസനത്തിന് ഭൂമി ആവശ്യമാണ്. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ 10 ദിവസത്തിനുള്ളിൽ അവരുമായി ചർച്ച നടത്തുമെന്നും ചെയർമാൻ അറിയിച്ചു. ഭരണസമിതി അംഗങ്ങളായ C മനോജ്, MU ഷിനിജ, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുരി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ തുലിപ്സിൽ നിന്ന് നേടൂ. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെ സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. Discover la Braico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും.
ഗുരുവായൂർ ടെമ്പിൾ പോലീസും ഓട്ടോ സംയുക്ത ട്രേഡ് യൂണിയനും ചേർന്ന് നടപ്പിലാക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റേഷൻ പെർമിറ്റ് എംബ്ലം വിതരണത്തിന് തുടക്കമായി. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ നിർവഹിച്ചു. ഓട്ടോ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രസിഡന്റ് CR മനോജ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രനഗരിയിലെത്തുന്ന ഭക്തർക്കും പൊതുജനങ്ങൾക്കും ആശങ്ക കൂടാതെ യാത്ര ചെയ്യുന്നതിനും പ്രാദേശികമായ ഗതാഗത സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ് വലിയാട്ടൂർ, ഗുരുവായൂർ ജോയിന്റ് RTO M രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ധന വില വർധനവിനെതിരായ പ്രതിഷേധം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് AIYF. ജനം നട്ടം തിരിയുമ്പോൾ വിഷയത്തിൽ ഇടപെടാതെ തൃശൂരിന്റെ MP കൂടിയായ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഒളിവ് ജീവിതം നയിക്കുകയാണെന്ന് AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസാദ് പാരേരി കുറ്റപ്പെടുത്തി. AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇരുചക്രവാഹനങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VK വിനീഷ്, TP സുനി, ലിനി ഷാജി, മണ്ഡലം സെക്രട്ടറി GM അഖിൽ, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ, പ്രസിഡന്റ് KA അഭിറാം എന്നിവർ സംസാരിച്ചു. തുടർച്ചയായ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ തൃശൂർ സെൻട്രൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാഹനം കെട്ടിവലിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ച് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ഇന്ധന വില വർധന മൂലം പ്രതിസന്ധിയിലായ ഓട്ടോ തൊഴിലാളിയുടെ മിനിമം ചാർജ് വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ സബ്സിഡിയോടെ ഇന്ധനം നൽകുന്നതിന് നടപടി സ്വീകരിക്കുകയോ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AT ജോസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, ട്രഷറർ IR മണികണ്ഠൻ, PB ബിജു, സുനിൽ മങ്കിടി, PK സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തിങ്കളാഴ്ച മാള സൊക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 10-ന് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയാകും. ബെന്നി ബെഹനാൻ MP, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വാദ്യമേളങ്ങളും വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ TK ജിനീഷ്, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസ് മരിയ തുടങ്ങിയവർ അറിയിച്ചു. ദേശീയപാത വാണിയംപാറയിൽ ടിപ്പറിന് പുറകിൽ പിക്കപ്പ് വാനിടിച്ച് അപകടം. പിക്കപ്പ് വാൻ ഡ്രൈവർക്കും കൂടെയുണ്ടായിരുന്ന യുവാവിനും പരിക്കേറ്റു. തുടർച്ചയായി 3-ാം ദിവസമാണ് വാണിയംപാറയിൽ അപകടമുണ്ടാകുന്നത്. പാലക്കാട് ദിശയിലേക്ക് പോകുന്ന ട്രാക്കിൽ 3 വരിയിൽ നിന്നും 2 വരിയിലേക്ക് ചുരുങ്ങുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. മുന്നിൽ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നറിൽ ഇടിക്കാതിരിക്കുന്നതിനായി കാർ വേഗത കുറച്ചപ്പോഴായിരുന്നു അപകടം. അപകടസ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി വച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ എടുത്തുമാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോൺക്രീറ്റ് സ്ലാബുകൾ നീക്കം ചെയ്യാമെന്ന് പോലീസ് നൽകിയ ഉറപ്പിന്മേലാണ് അപകടത്തിൽപ്പെട്ട വാഹനം എടുത്തുമാറ്റിയത്. ദേശീയപാത കുറുമാലിയിൽ ബൈക്കിലിടിക്കാതിരിക്കാൻ വെട്ടിച്ച കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞു. ചിറ്റിശ്ശേരി സ്വദേശിയായ കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറിന് മുൻപിലുണ്ടായിരുന്ന സ്കൂട്ടർ പെട്ടെന്ന് യു-ടേൺ തിരിയുന്നതിന് ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഈ സമയത്ത് കാർ ബ്രേക്കിട്ടെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നു. പഴയന്നൂരിലെ കയറുംപാറയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ടെക്സ്റ്റൈൽ നിർമ്മാണ സ്ഥാപനത്തിലെ പൂജാമുറിയിൽ നിന്ന് 17 ലക്ഷം രൂപയടങ്ങിയ ലോക്കറുമായി മുങ്ങിയ ജീവനക്കാരനെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി. കമ്പനിയിലെ ജീവനക്കാരനും തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശിയുമായ സൂര്യ ആണ് പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത്. സ്ഥാപന ഉടമയുടെ എല്ലാ നീക്കങ്ങളും അറിയാവുന്ന പ്രതി തിങ്കളാഴ്ച രാത്രിയാണ് ആസൂത്രിതമായി കവർച്ച നടത്തിയത്. സ്ഥാപന ഉടമയായ തിരുവല്ലുവാമല കുത്താമ്പള്ളി സ്വദേശി വിഷ്ണു കോയമ്പത്തൂരിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പോയ സമയത്തായിരുന്നു കവർച്ച. കവർച്ച ചെയ്ത തുകയുമായി കമ്പനി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഉടമയുടെ സുഹൃത്ത് സത്യമൂർത്തിയുടെ സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. യാത്ര കഴിഞ്ഞ് ചൊവ്വാഴ്ച പുലർച്ചെ മടങ്ങിയെത്തിയപ്പോഴാണ് കമ്പനി ഉടമ വിഷ്ണു മോഷണ വിവരം അറിഞ്ഞത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മറ്റത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാകാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് പലവട്ടം അപേക്ഷ ക്ഷണിച്ചിട്ടും
പുതിയ ഡോക്ടർമാരെ ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ പറയുന്നു. ജനസംഖ്യയിലും വിസ്തൃതിയിലും ജില്ലയിലെ വലിയ പഞ്ചായത്തുകളിലൊന്നായ മറ്റത്തൂർ പഞ്ചായത്തിലുള്ളവരും പുറമെ സമീപത്തെ കോടശ്ശേരി, വരന്തരപ്പിള്ളി പഞ്ചായത്തുകളിൽ നിന്നുള്ളവരും ഈ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സ തേടി വരുന്നുണ്ട്. ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ രാത്രി 7 മണി കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്തതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. മേഖലയിലുള്ളവർക്ക് രാത്രിയിൽ ചികിത്സ ലഭിക്കണമെങ്കിൽ സ്വകാര്യ ക്ലിനിക്കുകളെയോ ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിലെ താലൂക്ക് ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. മഴക്കാലം തുടങ്ങിയതോടെ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നത് കണക്കിലെടുത്ത് മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ രാത്രികാല സേവനം അടിയന്തരമായി പുനരാരംഭിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV ന്യൂസ്, കൊടകര. 11 വയസ്സുകാരിയെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ കേസിൽ പ്രതിക്ക് 76 വർഷം കഠിന തടവും 7,60,000 രൂപ പിഴയും ശിക്ഷ. എടക്കുന്നി പനയമ്പാടം സ്വദേശി തായ്പറമ്പത്ത് വീട്ടിൽ പ്രേംലാലിനെയാണ് തൃശൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി രമ്യ മേനോൻ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി കെ. സൂരജ് കോടതിയിൽ ഹാജരായി. വരന്തരപ്പള്ളി വേലുപ്പാടത്ത് ജനവാസ മേഖലയിൽ ശ്മശാനം തുടങ്ങാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം. വേലുപ്പാടം മഠം ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നിൻ പ്രദേശമാണ് ശ്മശാനം വരുന്നത്. ചെരിവുള്ള പ്രദേശത്ത് ശ്മശാനം ആരംഭിച്ചാൽ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുമെന്നും അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ആരോഗ്യവകുപ്പ് അധികൃതർക്കും MLA, കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്കും വരന്തരപ്പള്ളി പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. പിസ്റ്റൾ രൂപത്തിലുള്ള ആയുധവും 3 ഗ്രാം MDMA-യുമായി 5 പേർ നെടുപുഴ പോലീസിന്റെ പിടിയിലായി. ആനക്കല്ല് സ്വദേശികളായ തോണിവളപ്പിൽ വീട്ടിൽ അഭിലാഷ്, അയനിക്കുന്നൻ വീട്ടിൽ അനിരുദ്ധ്, പാലക്കാട് സ്വദേശി കണ്ണൻകുളത്തിൽ വീട്ടിൽ മനുപ്രസാദ്, പെരിന്തൽമണ്ണ സ്വദേശി വീട്ടിക്കുന്നത്ത് വീട്ടിൽ കിരൺ ദേവ്, ചിറ്റിശ്ശേരി സ്വദേശി കണ്ണോത്തട വീട്ടിൽ വിഷ്ണുജിത്ത് എന്നിവരാണ് ആനക്കല്ലിൽ വെച്ച് പിടിയിലായത്. വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരം മുറിച്ചു. കേടുപാടുകൾ സംഭവിച്ച് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള ആൽമരം താന്ത്രിക വിധി പ്രകാരം മുറിച്ചു മാറ്റിയത്. തന്ത്രി ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് മരം മുറിച്ചത്. വൈകാതെ ഇവിടെ പുതിയ ആൽമരം നടും. കയ്പമംഗലത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കയ്പമംഗലം പനമ്പിക്കുന്ന് സ്വദേശി പള്ളായി പീടികയിൽ മുഹമ്മദ് റഷീദിന്റെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. ഇടിമിന്നലിൽ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. AC, TV, ഫാനുകൾ, LED ലൈറ്റുകൾ, സ്വിച്ച്, വൈദ്യുതി മീറ്റർ എന്നിവയാണ് കത്തിനശിച്ചത്. വീടിന്റെ ടെറസിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൃശൂർ ചേർപ്പ് റേഞ്ചിലെ 2.5 മാസമായി അടച്ചിട്ടിരുന്ന 35 കള്ളുഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനം.
സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളും ലൈസൻസി പ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കള്ളുഷാപ്പുകൾ തുറക്കും. കേരളത്തിൽ ആദ്യമായി തൃശൂരിൽ 1936 നടന്ന മെയ് ദിന റാലി പുനരാവിഷ്കരിച്ച് AITUC ജില്ലാ കമ്മിറ്റി. തൃശൂരിൽ ജൂൺ 1, 2, 3 തീയതികളിലായി നടക്കുന്ന AITUC ജനറൽ കൗൺസിലിന്റെ വിളംബര റാലിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്. AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. AITUC ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, AITUC ജില്ലാ സെക്രട്ടറി TK സുധീഷ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ആരംഭിക്കുന്ന വിളംബര ജാഥ കളഞ്ഞുകിട്ടിയ സ്വർണമാല തിരികെ ഏൽപ്പിച്ച ഓട്ടോ ഡ്രൈവർ മാതൃകയായി. എടത്തുരുത്തിയിൽ ഓട്ടോ ഓടിക്കുന്ന കൊരട്ടിയിൽ ശ്രീജിത്താണ് തന്റെ ഓട്ടോയിൽ കളഞ്ഞുകിട്ടിയ സ്വർണം കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. കയ്പമംഗലം സ്വദേശിനിയുടെ നഷ്ടപ്പെട്ട 10 ഗ്രാം തൂക്കം വരുന്ന സ്വർണമാലയാണ് ശ്രീജിത്തിനെ ഓട്ടോയിൽ നിന്ന് ലഭിച്ചത്. പിന്നീട് കാട്ടൂർ പോലീസ് അതിന്റെ ഉടമസ്ഥനെ കണ്ടെത്തി മാല നൽകുകയും ചെയ്തു. മാതൃകാപരമായി പ്രവർത്തിച്ച ശ്രീജേഷിനെ കാട്ടൂർ പോലീസ് അഭിനന്ദിച്ചു. ചാവക്കാട് നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക്. ചാവക്കാട് ബീച്ച് റോഡ്, ചേറ്റുവ ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ചാവക്കാട് ബീച്ചിലേക്ക് വരുന്ന സഞ്ചാരികളുടെ വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽപ്പെടുന്നത്. മുല്ലത്തറയിൽ ദേശീയപാത സർവീസ് റോഡിൽ നിന്ന് വലിയ വാഹനങ്ങൾ ചാവക്കാട്ടേക്ക് തിരിയാനുള്ള പ്രയാസവും ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. DCC അംഗവും ഗുരുവായൂർ കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ HM നൌഫലിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് പ്രകടനം നടത്തി. തിരുവത്ര പുത്തൻ കടപ്പുറത്തു നിന്നും ആരംഭിച്ച പ്രകടനം കോട്ടപ്പുറം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിസാം ആലുങ്ങൽ അധ്യക്ഷത വഹിച്ചു. നിഖിൽ G കൃഷ്ണ, TS സൂരജ്, അനീഷ് പാലയൂർ, തെക്കുംപുറം നൌഷാദ്, KV സത്താർ, MS ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ശങ്കരയ്യർ റോഡിലുള്ള ശിവാശ്രമത്തിൽ ആദിത്യ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ആശ്രമം മഠാധിപതി സ്വാമി ആദിത്യ സ്വരൂപാനന്ദ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ, ചലച്ചിത്ര താരം ദേവൻ, നാരായണീയം മഹോത്സവ സമിതി ദേശീയ പ്രസിഡന്റ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ വിദ്യാഭ്യാസ യാത്രയ്ക്ക് കൈത്താങ്ങായി കുന്നംകുളം അൽമാർ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് പ്രീമിയം ഹാർവെസ്റ്റിംഗ് നിരവധി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്താണ് സ്ഥാപനം മാതൃകയായത്. പോർക്കുളം, കടവല്ലൂർ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 50ഓളം കുട്ടികൾക്കാണ് സ്കൂൾ ബാഗുകൾ, കുട, പുസ്തകങ്ങൾ, മറ്റ് പഠനോപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തത്. ഇതിലൂടെ സാമൂഹിക പ്രതിബദ്ധതയുടെയും കരുതലിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുകയാണ് അൽമാർ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് പ്രീമിയം ഹാർവെസ്റ്റിംഗ് എന്ന സ്ഥാപനം. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, വൈസ് പ്രസിഡന്റ് സലീം, കടവല്ലൂർ പഞ്ചായത്ത് അംഗങ്ങളായ ദിനേശൻ കരിപ്പാലി, റസാഖ്, പോർക്കുളം പഞ്ചായത്ത് അംഗം P പ്രവീൺകുമാർ, സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്റർ നവ്യ രാഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രീമിയം ഡേറ്റ്സ്, നട്ട്സ്, ചോക്ലേറ്റുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയിലൂടെ ശ്രദ്ധ നേടിയ അൽമാർ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് സാമൂഹിക ഉത്തരവാദിത്വ പ്രവർത്തനങ്ങളിലൂടെ വേറിട്ട മാതൃക സൃഷ്ടിക്കുകയാണ്. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
സ്വർണം ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. Near bus stand, തൃപ്രയാർ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. തിങ്കളാഴ്ച മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചാലക്കുടിയിൽ യോഗം ചേരും. 5 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം വരുന്നു. ക്ഷേത്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിൽ. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ. ഇന്ധനവില വർധനവിനെതിരായ പ്രതിഷേധം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് AIYF. വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഒളിവ് ജീവിതം നയിക്കുകയാണെന്ന് AIYF സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസാദ് പാറേരി. ഇത്തവണത്തെ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം മാള സൊക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂളിൽ. തിങ്കളാഴ്ച മന്ത്രി OJ ജനീഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.